ഈ പ്രാവശ്യത്തെ മാത്സ് എക്സാമിന് A+ വേണ്ടവർ മാത്രം ബാക്കി കാണാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഫോർമുലയാണ് പറയാൻ പോകുന്നത്. ഇന്നേ വരെ അറിയാത്തത് എന്താണെങ്കിലും ഇത് പഠിച്ചാൽ A+ കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ ഇന്ന് വരെ നമ്മൾ എന്താണ് തുക ഫസ്റ്റ് ചാപ്റ്ററിലെ സം ഓഫ് n ടേംസിൽ തുക കണ്ടുപിടിക്കാൻ വേണ്ടി Sn = n/2 × 2a + n-1d പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേം × n/2 എന്ന് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇനി ഞാൻ പറയാവുന്ന ഫോർമുല പഠിച്ചാലേ നിങ്ങൾക്ക് A+ ഒക്കെ കിട്ടുള്ളൂ. കാരണം ഈ പ്രാവശ്യത്തെ ചോദ്യം എന്നാണെങ്കിലും ഇത് ബേസ് ചെയ്തിട്ടാണ്. നോക്കിയേ, തുക അല്ലെങ്കിൽ സം എന്ന് പറയുമ്പോൾ n × മിഡിൽ ടേം, നടുക്കത്തെ ആ പദം ഇൻറ്റു എത്ര ആൾക്കാരുണ്ടോ അത് ചെയ്താൽ കിട്ടും ആൻസർ. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം, എങ്ങനെ അത് സോൾവ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ് മക്കളെ. നിങ്ങളുടെ പ്രീവിയസ് ഇയറിൽ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യനും ഞാൻ നിങ്ങൾക്ക് ഇതിൽ പഠിപ്പിച്ചു തരും. ഓക്കെ, ഇത് A+ വേണ്ട എല്ലാ ഫ്രണ്ട്സിനും ഇപ്പം തന്നെ ഷെയർ ചെയ്യാം. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. മോഡൽ 2023 ചോദിച്ചാൽ ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്, ആദ്യത്തെ 5 പദങ്ങളുടെ തുക എന്താണ്? 145. നിങ്ങൾ മനസ്സിലാക്കാം, 5 പേരുണ്ടെങ്കിൽ അതിൽ നടുക്കാരാണ് നിങ്ങളുടെ 5 വിരലുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, 5 സാർ 5 ÷ 2 5/2 എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും സാർ അത് ശരിയാവില്ലല്ലോ, 5 ÷ 2 എന്ന് പറയും പകുതിയാകുമ്പോൾ 2.5. ഇല്ല, നിങ്ങൾ കൈയെടുക്കുക, ഓഡ് നമ്പർ എടുക്കും. നോക്കെ, 5 വിരലാൽ നിങ്ങളുടെ കയ്യിൻ്റെ നടുവാരാ? 1 2 3 4 5. മൂന്നാമത്തെ ആളല്ലേ നിങ്ങൾ പറയും മിഡിൽ ഫിംഗർ അല്ലേ? അതെങ്ങനെ കിട്ടിയേ? 5 + 1 / 2. നിങ്ങൾ നോക്കിയേ, ഇതേ സാധനം 5 + 1 ആക്കുക, ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 6/2 3. മൂന്നാമത്തെ ആൾ. ഇങ്ങനെയാണ് ഈ സംഭവം കിട്ടുക. അപ്പോൾ എങ്ങനെയാണ് ഇത് ആൻസർ കിട്ടുക എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് വെച്ചിട്ട് തന്നെ ചോദ്യം ചോദിക്കുള്ളൂ, അല്ലാണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ നോക്കിയാൽ ഫൈൻഡ് ദ തേർഡ് ടേം. എന്തുകൊണ്ടാണ് മൂന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ ഈ ഫോർമുല ഉപയോഗിക്കണം. ഓക്കെ, അത് പഠിക്കണം. അതേപോലെ തന്നെ നോക്കിയാൽ വേറെ ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. സം ഓഫ് ദ ഫസ്റ്റ് 7 ടേംസ്, ആദ്യത്തെ 7 ടേംസിന് തുക 84. 7 ടേംസ്. ഓക്കെ, 7ന്റെ പകുതി ഇത്ര 3.5 നിങ്ങൾ പറയും. ഫൈൻഡ് ദ ഫോർത്ത് ടേം. അങ്ങനെ പറയുമ്പോൾ 7 + 1 8. 8 / 2. ഞാൻ പറഞ്ഞ ഫോർമുല ഉപയോഗിക്കണം. 2 മാർക്ക് ഇവിടെ. അതേപോലെ 2021 സെയിൽ വെച്ചതാണ്. നോക്കിയേ, റൈറ്റ് ദ ഫിഫ്ത്ത് ടേം എഴുതാൻ പറയുന്നു. ആയിക്കോട്ടെ, ഫിഫ്ത്ത് ടേം നമ്മൾ എഴുതി. ഇനി നോക്കിയേ, റൈറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 9 ടേംസ്. 9 ടേംസ്, 9ന്റെ പകുതി 9 + 1ന്റെ പകുതി 10ന്റെ പകുതി 5. 5 × 9 ഇതാ കിട്ടും. 5ാമത്തെ പദം × 9 ആൻസർ കിട്ടി. ഇങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കുക. ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ട്രിക്സ് ഉപയോഗിക്കണം. ഞാൻ വേറെയും കുറേ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്, എല്ലാം നമ്മൾ സോൾവ് ചെയ്യും. അപ്പോൾ നമുക്ക് കിടക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ലൈക്ക് ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, A+ അങ്ങ് ഉറപ്പിക്കുക. ഓക്കെ, ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. അതെങ്ങനെ എഴുതുക? Sn = എത്രയാ പറഞ്ഞിരിക്കുക? Sn അല്ല, S5. S5 5 ടേംസിന് തുകയാണ്. അപ്പം എന്താ? 145. നിങ്ങൾ വലിയ ഫോർമുല ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല മക്കളെ. ഞാൻ പറഞ്ഞു എന്താണ് Sn എന്ന് പറയുമ്പോൾ n × ആ പദം n എത്ര ആൾക്കാരാണോ n × ഇത് ഇൻറ്റു ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു മിഡിൽ ടേം. ഓക്കെ, മിഡിൽ ടേം എങ്ങനെയാണ് കിട്ടുകയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ മിഡിൽ ടേം കിട്ടാനാണ് ബുദ്ധിമുട്ട് നിങ്ങൾക്ക്. അപ്പോൾ നോക്കിയേ, S5 എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താണ്? 5 × Sn എന്ന് പറയുമ്പോൾ ആ നമ്പർ ഇൻറ്റു, അപ്പോൾ 5 × മിഡിൽ ടേം MT എന്ന് ചെയ്യാം കേട്ടോ തൽക്കാലം. ഈ MT എങ്ങനെ കണ്ടുപിടിക്കും? 145. നോക്കിയേ, മിഡിൽ ടേം എങ്ങനെ കണ്ടുപിടിക്കുക? 5 ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഓഡ് നമ്പറിന് മിഡിൽ ടേം ഉണ്ടാവുള്ളൂ കേട്ടോ. ഓഡ് ആൾക്കാർ ഉണ്ടാവുള്ളൂ. ഓക്കെ, നിങ്ങൾ നോക്കിയേ, 5 എന്നുള്ള ടേമിൻ്റെ നടുക്കിലുള്ള 5 + 1 / 2 ചെയ്യണം. അപ്പോൾ എത്രയാ? 6/2. എത്ര കിട്ടുക നിങ്ങൾക്കറിയാം? 3 കിട്ടും. മൂന്നാമത്തെ ആളാണ്. നിങ്ങൾ നോക്കിയാൽ 5 വിരലെടുക്കുക, 1 2 3. മൂന്നാമത്തെയാണ് മിഡിൽ. ഓക്കെ, ഇപ്പം തന്നെ 1 2 3 മൂന്നാമത്തെയാണ് മിഡിൽ. അപ്പോൾ എന്താണ്? മൂന്നാമത്തെ ആൾ. അപ്പോൾ നോക്കിയേ, 5 × A5 അല്ല, സോറി, A3 അല്ലെങ്കിൽ x3 എന്ന് എടുത്ത മൂന്നാമത്തെ പദമായിരിക്കണം അവിടെ. ഓക്കെ, = 145. ഇനി ചോദിച്ച ചോദ്യം നോക്കുക, ഫൈൻഡ് ദ തേർഡ് ടേം. നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ 5 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ മാറ്റിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ മാറ്റിയിട്ട് ഈ സൈഡിലേക്ക് ആക്കുക. അപ്പോൾ എന്താ? ഡിവിഷൻ ആവും. 145 ഡിവൈഡഡ് ബൈ 5 ആവും. എന്ത് കിട്ടും നമുക്ക്? A3 മൂന്നാമത്തെ പദം. ഇത് എത്രയാണ് മക്കളെ നമുക്ക് കിട്ടുക? 145 ഡിവൈഡഡ് ബൈ ഇത് നമുക്കറിയാം 150 എന്ന് പറയുമ്പോൾ 30, അപ്പോൾ 229 കിട്ടണം. എന്നാലും നമുക്ക് ചെയ്തേക്കാം. 5 14 പോകുമ്പോൾ എത്ര? 2. ഓക്കെ, 45 എന്ന് പറയുമ്പോൾ 9. അപ്പം A3 മൂന്നാമത്തെ പദം എന്താണ്? 29. സിമ്പിൾ ആയിട്ട് കിട്ടുക. 29 ആണ് മൂന്നാമത്തെ പദം. x3 അല്ലേ A3 എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ് ഈസ് 4. എന്താണ് പറഞ്ഞാൽ? പൊതുവ്യത്യാസം. അത് നമുക്ക് ചെയ്തറിയാം. പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് എന്താണ്? 4 ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദ ടേംസ്. ഇതാ മൂന്നാമത്തെ ടേം കിട്ടി. ഈ ഫോർമുല an = a + n-1d. നിങ്ങൾ xn + d - f എന്നാണേലും എന്ത് വേണേലും സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് ടേം നമുക്കറിയില്ല. നിങ്ങൾക്കറിയാം A3 എന്ന് പറഞ്ഞാൽ a + 2d.
25 എന്ന് പറഞ്ഞാൽ A+24D, ഒരു നമ്പർ കുറച്ച് D ഇട, A+RD. ഓക്കെ, അപ്പോൾ നോക്കിയാൽ D 4 പറഞ്ഞപ്പോൾ A3 29, A+2D, 2 ഇൻറ്റു എത്രയാ, 2 ഇൻറ്റു A4 8. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടും. ഫസ്റ്റ് ടേം ഇങ്ങനെ ഇട്ടാൽ A മാത്രം ഇവിടെ വെക്കുക, 8 ഇങ്ങോട്ട് വരിക. അപ്പോൾ A = 29 - 8. A എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ, നമുക്ക് കിട്ടി 21. ഫസ്റ്റ് ടേം 21, 4 കോമൺ ഡിഫറൻസ് എങ്കിൽ എന്ത് കിട്ടും, 21. 4 ആഡ് ചെയ്യുമ്പോൾ 25, 4 ആഡ് ചെയ്യുമ്പോൾ എന്താണ് 29, അതാണ് മൂന്നാമത്തെ പദം. പ്ലസ് 33, 4 കൂട്ടിപ്പോവാ. ഇത്ര ഉള്ളു ചെയ്യേണ്ടത്, വളരെ സിമ്പിളാണ്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ ഭാഗം ഇത്ര സിമ്പിളാ. n ഇൻറ്റു മിഡിൽ ടേം ആണ് തുക, n ഇൻറ്റു മിഡിൽ ടേം ആണ് തുക. അപ്പം നിങ്ങൾ 3 മാർക്ക് ഉറപ്പിച്ചു മക്കളെ. എല്ലാ ദിവസവും 7:30 ലൈവിൻ്റെ കാര്യം മറക്കരുത്, എല്ലാവരും വരണം. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസും ട്രിക്സും ആയിരിക്കും ഞാൻ അവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയേ, സം ഓഫ് ദ ഫസ്റ്റ് 7 ടേംസ്, ആദ്യത്തെ 7 പദം. അപ്പം എന്താണ് S7 എന്ന് പറയുന്നത് എത്രയാണ് നമുക്കറിയാം, 84 പറയുന്നത്, 84. ഓക്കെ, ഞാൻ പഠിപ്പിച്ചു തന്നത് എന്താണ്, SN = n ഇൻറ്റു മിഡിൽ ടേം. ഓക്കെ, മിഡിൽ ടേം നടുക്കിലെ പദം. ഓക്കെ, മിഡിൽ ടേം. ഓക്കെ, S7. അപ്പോൾ നമുക്ക് പറയാം 7 ഇൻറ്റു അതിൻ്റെ മിഡിൽ ടേം. ഓക്കെ, മിഡിൽ ടേം എത്രാമത്തെ നമുക്ക് നോക്കാം. 7 വിരൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, 7 വിരൽ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് ഓർഡർ നമ്പർ കേട്ടോ, 3.5 കിട്ടും. അങ്ങനെ പറ്റൂല. 7 + 1 / 2, 8/2 എത്രയാ, 8/2 എന്ന് പറയുമ്പോൾ 4 മിഡിൽ ടേം. അപ്പം എന്താണ് 7 ഇൻറ്റു, ഓക്കെ, 7 ഇൻറ്റു മിഡിൽ ടേം എന്ന് പറയുമ്പോൾ A4. ഞാൻ ഇവിടെ X എന്ന് എഴുതാം കേട്ടോ, ഈ പ്രാവശ്യം X4, അതാണ് 84. ഓക്കെ, ചോദിച്ച ചോദ്യം 4ാമത്തെ ടേം എഴുതാ, X4 = ഈ 7 മൾട്ടിപ്ലിക്കേഷൻ അങ്ങോട്ടേക്കൊക്കെ ഡിവിഷൻ 84/7. ഓക്കെ, 84/7 എന്ന് പറയുമ്പോൾ എനിക്കിതാ മാത്സ് ചെയ്യുമ്പോൾ, നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ, ഹരിക്കുമ്പോൾ എനിക്ക് കിട്ടും 12. അപ്പോൾ 4ാമത്തെ പദം എന്താണ്, X4 എന്ന് പറയുമ്പോൾ 12. കിട്ടിയല്ലോ, വളരെ സിമ്പിളായിട്ട് കിട്ടിയല്ലോ. ആൻസർ കിട്ടി, 2 മാർക്ക് കിട്ടി. ഇനി ഇതാ ഈ ചോദ്യത്തിന് ആൻസർ പോരട്ടെ. കൺസിഡർ ദി അരിത്തമെറ്റിക് സീക്വൻസ്. ഒരു സമാന്തര ശ്രേണി തന്നിരിക്കുകയാണ്. റൈറ്റ് ദ 5ാമത്തെ ടേം. നോക്കിയേ, 5, 8, 11. ഇവിടെ പൊതുവ്യത്യാസം എന്താണ്, ഫസ്റ്റ് ടേം 5, പൊതുവ്യത്യാസം എന്താണ് 8 - 5 3 കിട്ടും. ഓക്കെ, പൊതുവ്യത്യാസം 3. ഇനി നോക്കിയേ, നിങ്ങൾ 3 കൂട്ടിക്കേ, 3 കൂട്ടുക. അപ്പം എത്ര കിട്ടുക, ഇവിടെ 14 കിട്ടും. വീണ്ടും 3 കൂട്ടുക, അപ്പം എന്ത് കിട്ടി, 17 കിട്ടി. ഓക്കെ, 17. ഫസ്റ്റ് ടേം, സെക്കൻഡ് 3, 4, 5. 5ാമത്തെ പദം ഇതല്ലേ, 5ാമത്തെ പദം ഇതാണ് 5ാമത്തെ പദം. വളരെ സിമ്പിൾ. ഓക്കെ, 17. ഇനി ചോദിച്ചാൽ വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 9 ടേംസ്. നമ്മൾ പഠിച്ചതിൻ്റെ സെയിം ക്വസ്റ്റ്യൻ തിരിച്ച്. S9 എന്ന് പറയുമ്പോൾ എന്താണ്, 9 ഇൻറ്റു മിഡിൽ ടേം അല്ലേ, 9ന്റെ പകുതിക്ക് നടുക്കിൽ വരുന്ന ആൾ അല്ലേ. അപ്പോൾ 9 ആൾക്കാർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നോക്കിയേ, ഞാൻ എപ്പോഴും പറയാം മിഡിൽ ടേം എങ്ങനെ കണ്ടുപിടിക്കുക, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക, /2. അപ്പോൾ എന്താണ് 10/2 5. അപ്പോൾ നോക്കിയേ, 9 ഇൻറ്റു, ഓക്കെ, 9 എന്നുള്ള നമ്പർ ഇൻറ്റു 5ാമത്തെ ടേം X5, 5ാമത്തെ പദം. 5ാമത്തെ പദം നമ്മൾ കണ്ടുപിടിച്ചു, 17 ആണ്. ആൻസർ പോരട്ടെ മക്കളെ, 9 ഇൻറ്റു 17. 9 ഇൻറ്റു 17 ചെയ്തോ, 17 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 3. ഓക്കെ, 3 വരും, 6 വരും. ഓക്കെ, 6 വരും, 9 + 153. എത്രയാ, 153. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ 2-2.5 മാർക്ക് കിട്ടി. ഓക്കെ, ഇത്രയും ചെയ്യാനുള്ളൂ. 153 കിട്ടി. മിഡിൽ ടേം ഇൻറ്റു എത്ര എണ്ണം നോക്കാം. മിഡിൽ ടേം എങ്ങനെ കണ്ടുപിടിക്കാം, 9/2 ചെയ്യരുത്, 9 + 1 / 2. അപ്പോൾ ഈ പ്രാവശ്യത്തെ 4 മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇനിയും ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇതാ ഇവിടെ നിങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ, ദ സം ഓഫ് ദ ഫസ്റ്റ് 31 ടേമിൻ്റെ തുക ഇവിടെ നിന്ന് 620. അങ്ങനെയാണ് നിങ്ങൾ ഇതെല്ലാവരും ചാറ്റിൽ ആൻസർ ചെയ്യുക. നോക്കിയ മക്കൾ, 4 മാർക്ക് ചോദ്യമാണ്. 31 ടേംസിൻ്റെ തുക ഇതാണ്. ഓക്കെ, S31 എന്ന് പറയുമ്പോൾ 620. നമുക്ക് പറയാം 31 ഇൻറ്റു നടുക്കത്തെ ടേം എന്തായിരിക്കും, X16. നിങ്ങൾ കണ്ടുപിടിക്കുക വളരെ സിമ്പിളായിട്ട്. എന്താണ് ആൻസർ വരിക, X16 എത്രയാണ് എല്ലാവരും കമൻറ്റ് ചെയ്യുക, ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതിൻ്റെ നോട്ട്സ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കിട്ടും. മക്കളെ ആൻസർ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. എല്ലാ ദിവസവും 7:30 ക്ലാസ് ഉണ്ട്, ആ കാര്യം മറക്കരുത്. അതേപോലെ നോട്ട്സ് ഒക്കെ ഫ്രീ ആയിട്ട് വാട്സാപ്പിലും കിട്ടും, ഡിസ്ക്രിപ്ഷനിലും കിട്ടും. ആൻഡ് നിങ്ങൾക്ക് ഇനിയും ക്ലാസ്സസ് വേണം എന്ത് ചെയ്യുക, examiner.com പോയി എല്ലാ ലിങ്കും സ്റ്റഡി മെറ്റീരിയൽസ് അവിടെ കിട്ടുന്നതായിരിക്കും. ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും ഷെയർ ചെയ്യുക. താങ്ക് യു ആൻഡ് സീ യു അറ്റ് 7:30.